വാർത്തകൾ തുടരുന്നു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് കോടതി. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു ധാരണയെന്നും കോടതിയുടെ വിമർശനം. INTUC നേതാവ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. അഹമ്മദ് മുസ്തബയാണ് ചേരുന്നത്. മുസ്തബ, സൈഫുദ്ദീൻ, ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് INTUC നേതാവ് R ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ അന്നത്തെ ഈ കോർപ്പറേഷന്റെ സെക്രട്ടറി ആയിരുന്ന മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ഈ പെറ്റീഷൻ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ കേസുണ്ട്. അതുകൊണ്ട് CBI കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിൽ പോലും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവരെ നിയമ നടപടികളിലേക്ക് വേണ്ടി CBIയുടെ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ ഒരു അന്വേഷണത്തിന്റെ സാങ്ഷൻ നൽകാത്തൊരു പ്രശ്നമുണ്ട്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കാര്യം, നേരത്തെ ഹൈക്കോടതി അങ്ങനെ അന്വേഷിക്കാമെന്ന് ഉത്തരവ് നൽകിയിട്ട് CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ട് അതിന് സർക്കാർ ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നില്ല. അത് കോടതി അലക്ഷ്യമാണെന്നത് ഉൾപ്പെടെയാണ് ഈ ഹർജിയിലുള്ളത്. 2-3 തവണ ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹനീഷ് ഒരു ഉത്തരവിറക്കി. സാങ്ഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടായിരുന്നു. CBIക്ക് പ്രത്യേകമായി അന്വേഷണത്തിന് സാങ്ഷൻ സർക്കാർ നൽകിയില്ല. അങ്ങനത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് നേരത്തെ മുമ്പ് വന്നതാണ്. അതിനുശേഷം ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഉത്തരവിറക്കണം, അതിനകത്ത് ഈ ഇക്കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നായിരുന്നു നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. പക്ഷെ അതുണ്ടായില്ല. മാത്രമല്ല, അതിനുശേഷം വീണ്ടും ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് ബദറുദ്ദീനാണ് ഇപ്പോൾ ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുന്നത്, നേരത്തെ തന്നെ ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും സർക്കാർ അനുമതി നൽകാതെ, ബദറുദ്ദീന് മുന്നിൽ ഈ കേസ് വന്നപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം അനുമതി നൽകുന്നില്ല എന്ന് വീണ്ടും സർക്കാർ നിലപാടെടുത്തു. ആ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ അല്ലെങ്കിൽ ഹൈക്കോടതി കർശനമായ ഒരു താക്കീത് പോലെ ഒരു വിമർശനം ഉയർത്തുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക താല്പര്യം എന്താണ് സർക്കാരിന് എന്നാണ് കോടതി ചോദിക്കുന്നത്. കാര്യം, ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് CBIക്ക് പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നതിന് പലതവണ നിർദ്ദേശങ്ങളുണ്ടായിട്ടും സർക്കാർ ആ തരത്തിലേക്ക് പോകുന്നില്ല. സർക്കാരിന് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് താല്പര്യം എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ കോടതി ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ സാങ്ഷൻ നൽകാത്തതുമായി ബന്ധപ്പെട്ട് പലതവണ കോടതിയുടെ തന്നെ നിർദ്ദേശങ്ങളുണ്ടായിരിക്കെ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അത് കോടതി അലക്ഷ്യമാണെന്നാണ് ഇപ്പോൾ ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. സർക്കാരിന് അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കില്ല എന്നായിരുന്നു ധാരണ. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ട് ആ ധാരണ സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. സൈഫുദ്ദീൻ. ശരി മുസ്തഫ.